സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജനങ്ങളുടെ പ്രധാന വരുമാനങ്ങളിൽ ഒന്നാണ് കന്നുകാലി വളർത്തൽ. എന്നാൽ ക്ഷീരകർഷകർ ഇപ്പോൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. വേനലായതോടെ പാലുൽപാദനം കുറഞ്ഞു. പാലിന് ലഭിക്കുന്ന വിലക്കുറവും പശുപരിപാലന ചെലവും കൂടുതലായതോടെ ക്ഷീരസംഘങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ക്ഷീരകർഷകരെ സഹായിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. പാലിന്റെ സംഭരണ വില അടിയന്തരമായി വർദ്ധിപ്പിക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കർഷകർ ആവശ്യപ്പെടുന്നതാണ് പാൽ വില വർദ്ധിപ്പിക്കണമെന്ന്. എന്നാൽ കാര്യമായ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പാലിന് ലഭിക്കുന്ന വിലയും പശുപരിപാലന ചെലവും പരിശോധിച്ചാൽ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇപ്പോൾ 65 രൂപയോളം വേണ്ടിവരും. ക്ഷീരകർഷക സംഘത്തിൽ നിന്നും ലിറ്ററിന് 43 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. ഇത് കർഷകരെ വലിയ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഉൽപാദന മേഖലയിൽ വലിയ തോതിൽ വിലവർധന ഉണ്ടായിട്ടും പാലിന്റെ വില വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇവിടെ മിൽമയുടെ ചെയർമാൻ ഉൾപ്പെടെ പാൽ വില വർദ്ധിപ്പിക്കില്ല എന്നൊരു നിലപാടെടുക്കുമ്പോഴും സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ഫാമുകളിൽ 56 രൂപ ആയിരുന്ന 1 ലിറ്റർ പാലിന്റെ വില 60 രൂപയായി വർദ്ധിപ്പിക്കുകയാണ്. ക്ഷീരകർഷകർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് 1 ലിറ്റർ പാലിന് 70 രൂപയെങ്കിലും കർഷകന് ലഭ്യമാക്കണം. അതുപോലെ തന്നെ വില നിർണയ ചാർട്ടിലുള്ള അപാകത. ഇന്ന് ഒരു കർഷകന് ഇവിടെ പരമാവധി കിട്ടുന്നത് 43 രൂപയിൽ താഴെ മാത്രമാണ്. ഈ പറയുന്ന ഇന്ന് അത്യുൽപാദന ശേഷിയുള്ള പശുക്കളുള്ള ഈ സാഹചര്യത്തിൽ പോലും വില നിർണയ ചാർട്ടിന്റെ അപാകത മൂലം ഇവിടുത്തെ കർഷകർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ക്ഷീരമേഖലയെ സംരക്ഷിക്കണമെങ്കിൽ പാലിന് വില വർദ്ധിപ്പിച്ചാൽ മാത്രമേ സാധിക്കൂ. നഷ്ടം സഹിക്കാൻ സാധിക്കാത്ത ക്ഷീരകർഷകർ ഈ മേഖലയിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോവുകയാണ്. ക്ഷീരസംഘങ്ങൾ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. 60 രൂപ നിരക്കിൽ പാൽ ചില്ലറ വിൽപ്പന നടത്തിയാണ് പല സംഘങ്ങളും പിടിച്ചു നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം കന്നുകാലി തീറ്റയ്ക്ക് അതുപോലെ വിലയാണ്. അതുപോലെ ഗോതമ്പ് പൊടിക്ക് സകല കേസ്. അതുപോലെ മഴ പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ കഷ്ടപ്പെട്ട ഈ സാധനം കൊണ്ടിരുന്നത്. ഈ സ്റ്റോറിൽ കൊണ്ടുവന്ന് ഇത് അതുപോലെ കൊതുകളി കൊണ്ടാണ് ഈ സാധനം ഇവിടെ കൊണ്ട് കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും വില കൂട്ടിയാലേ ഞങ്ങളെപ്പോലുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എല്ലാ രീതിയിലും. സർക്കാർ ഫാമുകൾക്ക് പോലും വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലാത്ത അവസ്ഥയാണ്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ പാൽ സൊസൈറ്റിയിൽ നിന്ന് മിനിമം 70 രൂപയെങ്കിലും കർഷകർക്ക് ലഭിക്കണം. അതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മിൽമ നടത്തിയ പഠനത്തിൽ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 48 രൂപയിൽ കൂടുതൽ വേണമെന്നായിരുന്നു കണ്ടെത്തിയത്. അന്ന് കാലിത്തീറ്റയുടെ വില 23 രൂപയായിരുന്നു. എന്നാൽ ആ കാലിത്തീറ്റ വില ഇന്ന് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ കണക്കുകളൊക്കെ തന്നെ മതി കർഷകരുന്നയിക്കുന്ന ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കാൻ. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ കുറെ കാലങ്ങളായുള്ള കർഷകരുടെ ആവശ്യമാണ് പാൽവില വർദ്ധിപ്പിക്കണം എന്നുള്ളത്. നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ക്ഷീരകർഷകർ പറയുന്നത്. പലയിടങ്ങളിലും ക്ഷീരകർഷകർ ആ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റ് മാർഗങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ചെലവിന് ആനുപാതികമായെങ്കിലും പാൽവില വർദ്ധിപ്പിച്ചില്ല എങ്കിൽ ക്ഷീരകർഷകരുടെ ദുരിതം തുടരും എന്നതിൽ തർക്കമില്ല. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം എന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്, അതിലേക്ക്. ഓക്കയുടെ വില പോലെയല്ലേ, നമ്മൾ പാൽ വില കൂട്ടുമ്പോൾ ഓക്കക്കാർ വില കൂട്ടും. അങ്ങനെയാണ്. പൊടിയുടെ വിലയും എല്ലാം കൂടുതലാണ്, അതുകൊണ്ട് കൂട്ടണം. ഒത്തിരി പേര് പശുവിനെ നിർത്തി. ഈ കഷ്ടപ്പാട് കൂടുതൽ, അത് വിലയില്ല. പാലിന് 60 രൂപ വെച്ച് മുകളിൽ കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്, രായെന്നില്ല പകലുന്നില്ല. പശുവിനൊരു അസുഖം വന്നപ്പോൾ ഈ പാലിൽ നിന്ന് കിട്ടുന്ന കാശെടുത്ത് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ചെലവും പശുവിന്റെ ചെലവും പിന്നെ പശു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെലവും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ ആകപ്പാടെ പെട്ടുപോകും. കാലിത്തീറ്റയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വിലയാണ്, അതനുസരിച്ചുള്ള പാലിന് വില നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് നിർത്തിപ്പോകും.